ഉം, പക്ഷെ എനിക്ക് ആ ഒരു കാര്യഗൗരവം ഒന്നും അറിയാവുന്ന പ്രായമല്ല. 17 വയസ്സേ എന്നുള്ളൂ. എനിക്ക് മുണ്ടും അന്ന് സാരിയല്ല, മുണ്ടും ബ്ലൗസും ഇടുന്ന ഒരു ജനറേഷനാ, സാരിയല്ല. ഇന്നത്തെ പോലെ നമുക്ക് വെളിയിലോട്ട് പോകാനുള്ള വലിയ ഫ്രീഡം ഒന്നും ഇല്ലെന്ന്. So much. ഹലോ എവരിബഡി, വെൽക്കം ടു ദ വിദ്യ ഷോ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് പാലായി ചിറ്റ. വെൽക്കം ടു ദ ഷോ. പാലായി ചിറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു പോപ്പുലർ ഫിഗറാണ്. ഐച്ചിന്റെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ സിസ്റ്ററാണ്, യങ്ങർ സിസ്റ്ററാണ്. ശ്രീദേവി എന്നാണ് പേര്, ശ്രീദേവി അന്തർജനം. പാലായില് ആയ കാരണം ചിറ്റയെ നമ്മളെല്ലാവരും പാലായി ചിറ്റ എന്ന് വിളിക്കുന്നത്. ശരിക്കും എന്റെയൊക്കെ മുത്തശ്ശിയുടെ ഏജ് ആണ്, പക്ഷെ എന്റെ ചിറ്റമാര് ചിറ്റ എന്ന് വിളിക്കുന്ന കാരണം പാലായി ചിറ്റ. ശരിക്കും എല്ലാവർക്കും ഇവിടെ ചിറ്റയെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കാലിറ്റി ആണെങ്കിലും ചിറ്റ ഇവിടെ വളർന്ന് പഠിച്ചു വളർന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ് മാറി. പക്ഷെ എന്നാലും ഇങ്ങോട്ടൊക്കെ വരുമ്പം എല്ലാവർക്കും ആ ഒരു ചിറ്റ തിരിച്ചു വന്ന് ചിറ്റ എന്താ വിളിക്കുന്നത്, ഇച്ചിരാമ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതാണ് ചിറ്റയുടെ ഒരു നിക് നെയിം. ഞാൻ ആദ്യമായിട്ട് ചിറ്റയെ കാണുന്നത് എന്റെ വേളി കഴിഞ്ഞ് പുത്തൻ തിരുവാതിരക്കാണ് ശരിക്കും പരിചയപ്പെടുന്നത്, അല്ലേ? നമ്മള് പുത്തൻ തിരുവാതിര എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ കപ്പിൾസിന്റെ ഫസ്റ്റ് തിരുവാതിര. എനിക്ക് ഇതിനെപ്പറ്റി കല്യാണം കഴിഞ്ഞ വരെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അന്നാണ് എനിക്ക് ചിറ്റയെ ഞാൻ കണ്ട്, എനിക്ക് തിരുവാതിര ഒന്നും അറിയില്ല. തിരുവാതിര കളിച്ച് ഞാൻ മടുത്ത് ഇരുന്നപ്പോഴാണ് ചിറ്റ പറഞ്ഞത്, എടി നീ എന്തിനാ നീ കളിക്ക്, നിന്റെ പുത്തൻ തിരുവാതിരയാണെന്നൊക്കെയാണ് പറഞ്ഞേ. സോ അതാണ് എന്റെ ഫസ്റ്റ് ഒരു ഇന്ററാക്ഷൻ, അല്ലേ? പിന്നെ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ഗുഡ് മോർണിംഗ് ഹായ് എന്നിട്ടോ. അപ്പം ഞാൻ കൊറേ ഇങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ചിറ്റ ഒന്ന് ഒരു എപ്പിസോഡ് ചെയ്യാന്ന് സമ്മതിച്ചത്. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ ചിറ്റോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ബിക്കോസ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചിറ്റയ്ക്കുള്ളത്. അപ്പം നമുക്കൊക്കെ ഇനിയും കുറെ പഠിക്കാൻ പറ്റും. അപ്പം ഈ വിദ്യാ ഷോ എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ എനിക്ക് ഒരു ഇതായിരുന്നു. എൻ്റെ അമ്മയൊക്കെയുള്ള ഒരു ജനറേഷൻ വരെ കുറെ കാര്യങ്ങൾ അവിടെ വന്ന് നിന്നു. അപ്പം എനിക്ക് തന്നെ ഇപ്പം ഓണം വിഷു എന്നൊക്കെ പറയുമ്പം ശരിക്കും എന്താണെന്ന് അറിയില്ല. ബിക്കോസ് പഠിച്ചു വളർന്നതൊക്കെ പുറത്തായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ വരുന്നത് ഇടയ്ക്കൊക്കെയാ. അപ്പം അങ്ങനെ ഇപ്പൊ നാട്ടിൽ വരുമ്പോഴാണ് ഒരു ഫീല് വരുന്നത്. ഓണത്തിന് വന്നു, അപ്പൊ ഓണത്തിന് ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതെ അതെ. അപ്പം എനിക്ക് ആദ്യത്തെ കാര്യം ചിറ്റയോട് ചോദിക്കാനുള്ളത്, ചിറ്റ എപ്പോഴും ഞാൻ കാണുമ്പോൾ ചിറ്റ ഭയങ്കര ഒരു ഹാപ്പി, ഇല്ലെങ്കിൽ ചിരിച്ചോണ്ടാണ് ഞാൻ എപ്പോഴും ചിറ്റയെ കാണുന്നത്. എത്ര നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ചിറ്റ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അതിനെന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടോ? ഫാമിലിയുടെ ഇത് ഒന്നാമത്തെയാ. ഫാമിലി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ഫാമിലിയാണ്. കാര്യം ഒരു 10-15 അംഗങ്ങളുള്ള ഫാമിലിയിലാണ് ആദ്യം ഞാൻ ചെല്ലുന്നത്. 17 വയസ്സുള്ള ഞാൻ ചെല്ലുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുള്ളിടത്ത്. പക്ഷെ അവിടെ ശരിക്കും ആ വീട്ടിലെ ഒരു കൊച്ചായിട്ട് തന്നെയാണ് അവിടെ കണക്കാക്കി ജീവിച്ചേക്കുന്നത്. അവിടെ ഇപ്പൊ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് പെണ്ണാണെന്നുള്ളൊരു ഇതവിടെ ആർക്കും ഇല്ല. ജനിച്ചു വളർന്ന അതുപോലെ തന്നെ അവിടെ വളരുന്നു. അപ്പൊ ഇവിടുന്ന് അച്ഛനും അമ്മയൊക്കെ പറയും അവിടെ ചെന്ന് അങ്ങനെ വേറൊരു വീടാണ്, പ്രത്യേകിച്ച് ജീവിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു തരുമൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ആ ഒരു കാര്യഗൗരവം ഒന്നും അറിയാവുന്ന പ്രായമല്ല. 17 വയസ്സേ എന്നുള്ളൂ. ഒന്നും അറിയത്തില്ല. വേറൊരു വീട്ടിൽ ചെന്നാത്ത കാര്യം പോലും അറിയത്തില്ല. ആ രീതിയിൽ പോയതാണ്. പക്ഷെ അവിടെയുള്ള കുടുംബത്തിലുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് എപ്പോഴും ഹാപ്പി, എല്ലാവർക്കും നമ്മളോട് ഇഷ്ടമാണ്. ഒരു വലിയൊരു ഫാമിലിയിലാണ് ചെല്ലുന്നത്. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച ഫാമിലിയിൽ നിന്ന് ചെന്നപ്പോൾ എനിക്ക് ആളുകളുള്ള ഇഷ്ടമാണ്. ആളുകളെ കാണുന്നത്, സംസാരിക്കുന്നത്, അതൊക്കെ ഒരു ഇഷ്ടമായിട്ടൊരു ഫാമിലി ആയിട്ടാണ് തോന്നിയത്. ഇന്നത്തെ പോലെ അന്ന് കൂടുതൽ ഈ പിള്ളേർക്ക് ഇതിനെപ്പറ്റി ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കല്യാണം കഴിച്ച് വിട്ടതാ പോയതാ ഒന്നും ശ്രദ്ധിക്കുന്നൊന്നും ഇല്ല അന്ന്. അന്നേരം പിള്ളേരായിട്ട് പോയി താമസിച്ച് ആ രീതിയിൽ അങ്ങ് പോവുക. ഇടയ്ക്ക് അവിടെ പോയി താമസിക്കും, ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കും, അത്ര അങ്ങനെ രീതി തന്നെ ഉള്ളൂ. 17 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th പഠിക്കുന്ന ഒരു ഇപ്പോഴത്തെ 12th സ്റ്റാൻഡേർഡ് ഏജ് ആണ്. അത് തന്നെ, അത് കൊച്ചു തന്നെയാണ്. അത് കൊച്ചു തന്നെ. അന്ന് ഇന്നാണെ ആരും അങ്ങനെ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. 18 വയസ്സാണ് പ്രായപൂർത്തി തന്നെ വെച്ചേക്കുന്നത്. പക്ഷെ അന്ന് 17 വയസ്സിൽ കഴിച്ചു.
അപ്പം ചിറ്റയുടെ ഫാമിലി ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു അല്ലേ? എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു ഫാമിലി. ചി ഒത്തിരി അംഗങ്ങളുള്ള ആ. കുടുംബമായിരുന്നെങ്കിലും ഒറ്റ കാര്യം ഈ അവിടെ 3 പെണ്ണുങ്ങൾ ഒന്നിച്ച് അമ്മ, 2 ചെറിയമ്മമാര്, ഞാന് അങ്ങനെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പിള്ളേരുള്ള കാലത്തെല്ലാം എനിക്ക് പിള്ളേരെ നോക്കാൻ അവര് ഇഷ്ടംപോലെ ആളുണ്ട്. ഒന്നും അന്വേഷിക്കണ്ട. ശരിയാ, ശരിയാ. അപ്പൊ എന്നെ എപ്പഴും ഒരു കൊച്ചായിട്ടാണ് കാര്യം. ഞാൻ കല്യാണം കഴിച്ച് ചെന്നപ്പോ പാവാടയും ഉടുത്ത് അവിടെ നടന്നോണ്ടിരുന്നെ. എന്നുവെച്ചാ അപ്പൊ ഒത്തിരി പാവാടയും ബ്ലൗസും ഉണ്ട്. ആ, എനിക്ക് മുണ്ടും അന്ന് സാരിയല്ല. മുണ്ടും ബ്ലൗസും ഇടുന്ന ഒരു ജനറേഷനാ. ഓ, സാരിയല്ല. ആ, മുണ്ടും ബ്ലൗസും കല്യാണമൊക്കെ അതുവരെ പാവാട. പാവാടയും 10ാം ബ്ലൗസും. ക്ലാസ്സിൽ അന്നേരം ഹാഫ് സാരി വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഹാഫ് സാരി 10ാം ക്ലാസ്സില്. ഉം, 10ാം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞു. ആ ഉം. ജൂൺ മാസത്തിൽ കല്യാണം കഴിഞ്ഞു. ജൂൺ 9ാം തീയതി. 62. ഓ, 62 ജൂൺ 9ാം തീയതി കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചെന്നപ്പോ ഇങ്ങനെ എനിക്കൊന്നാമത് മുണ്ടുടുക്കാനൊന്നും അറിയത്തില്ല. ഉം. പാവാട ഉടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ പാവാട ഇവിടെ ഒത്തിരി ഇരിപ്പുണ്ട് എന്നൊക്കെ ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞു. അല്ല മറ്റോണ്ടൊന്നും പറയാൻ പറ്റില്ല. ഉം. അപ്പം അച്ഛൻ ചോദിച്ചു അമ്മയോട് ഒക്കെ പാവാട ഇരിക്കുന്നത് കൊണ്ടുവന്നാ ഇവിടെ വന്ന് ഉടുക്കാം. ആർക്കേലും എതിരണ്ട ഉടുക്കത്തില്ലല്ലോ. ആ. അന്നേരം അമ്മ പറഞ്ഞു അതിനെന്നാ പാവാട ഉടുക്കുന്നത്, എനിക്ക് പാവാട കൊണ്ടുവന്ന് ഉടുത്തോട്ടെ, ആ, അതിനിപ്പോ എന്നാ കുഴപ്പം. അപ്പൊ കുറച്ചൊരു മോഡേൺ ഇതായിരുന്നു അല്ലേ? അമ്മയ്ക്കും അച്ഛനും ഒരു കുഴപ്പമില്ല. അമ്മ അച്ഛനോട് ചോദിച്ചെന്നിട്ട് ഉം. അവള് ഇങ്ങനെ പോകുമ്പോ പാവാടയൊക്കെ എടുത്തോണ്ട് വന്നാ അവിടെ ഉടുക്കാൻ സമ്മതിക്കുമെന്ന്. അതിനെന്നാ ഉടുക്കാൻ മേല പാവാട എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് ചെന്നപ്പോ തൊട്ട് ഞാൻ പിന്നെ പാവാട ഉടുക്കുന്നത്. കുടുംബത്തെ ഉത്തരവാദിത്തം ഒന്നും എനിക്കില്ല. എല്ലാം വെച്ചുണ്ടാക്കുന്ന കാര്യം അവര് ചെയ്തോളുമല്ല. അന്ന് തൊട്ടേ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു സപ്പോർട്ട് അല്ലേ? പിന്നെ ഞാൻ ചോദിച്ചു ഡേ അന്നൊക്കെ വൺ തൊട്ട്. വീട്ടിൽ മിറ്റം അടിക്കാനോ പാത്രം കഴുകാനോ എനിക്ക് തന്നെ ആളുമുണ്ട്. ശരിക്കൊരു പിന്നെ വലിയ കുടുംബമായിട്ടും ഇന്നത്തെ പോലെ നമുക്ക് വെളിയിലോട്ട് പോകാനുള്ള വലിയ ഫ്രീഡം ഒന്നും ഇല്ല. ഉം. എവിടെയായാലും ഒരു അമ്പലത്തിൽ പോണേ പോലും അച്ഛനോട് ചോദിച്ച് അനുവാദം മേടിക്കണം. ആ, അല്ലാതെ എങ്ങും പോകാൻ പറ്റാതെ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ആ ഒരു രീതി അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ഛനുള്ളത്തോന്നാലും അങ്ങനെ തന്നെയാ. അത് പിന്നെ പഞ്ചായത്ത് വന്നപ്പോഴാ അച്ഛനാ മാറിയത്. ആ, ഇപ്പൊ അതാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നത്. ഉം. അപ്പം ചിറ്റ ശരിക്ക് ഒരു വലിയൊരു വീടായിരുന്നു. ഒരുപാട് ആൾക്കാരും ഒരുപാട് ഒരു ശരിക്കൊരു വീട്ടമ്മ. ആ ഒരുപാട് പണി, പ വീട്ടിലത്തെ ഒരുപാട് ജോലിയും അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. 10ഉം 15ഉം 20ഉം പേര് പണിക്കാരാ ഒരു ദിവസം. അതെ. ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള. അങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല ജോലി. പിന്നെ പാലായി ചിറ്റയ്ക്ക് 2 മക്കളാണുള്ളത്. ബീന ചേച്ചിയും ബിജു ചേട്ടനും. അപ്പം ഇവർ 2 പേരുംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാലായി ചിറ്റ എന്ത് സംസാരിച്ചാലും ഇവർ 2 പേരുടെ കാര്യങ്ങളേ പറയാനുള്ളൂ. അപ്പൊ അത്രയും ഇഷ്ടാണ് അവർക്ക്. എന്നിട്ട് ചിറ്റ ആ ഒരു കുടുംബത്തിന്ന് ഇപ്പം നമ്മൾ പറയുന്നത് 1980സിലൊക്കെ ഇപ്പൊ പെണ്ണുങ്ങൾക്കൊന്നും പുറത്ത് പോലും ഇപ്പൊ ചിറ്റ പറഞ്ഞ പോലെ പുറത്ത് പോലും പോകാൻ പറ്റാത്തൊരു സമയത്ത് ചിറ്റ ശരിക്ക് പഞ്ചായത്തിലെ ഒരു മെമ്പറായി. അതുമാത്രമല്ല 5 വർഷം മെമ്പറായിരുന്നു. ഉം. പിന്നെ 1.5 3 വർഷം വൈസ് പ്രസിഡന്റും 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 1.5 വർഷം പിന്നെ പ്രസിഡന്റുമായി. അപ്പം 8 വർഷത്തെ ആ ഒരു പഞ്ചായത്തിലെ ഒരു മെയിൻ മെമ്പറായിരുന്നു. മുത്തോളി എന്ന് മുത്തോലി പറഞ്ഞ സ്ഥലത്ത് അല്ലേ? മുത്തോലി മുത്തോലി എന്ന് പറഞ്ഞ തെക്കുമുറി സ്ഥലത്ത്. വാർഡിന്റെ. തെക്കുമുറി വാർഡിന്റെ. അപ്പം ശരിക്ക് ആ ഒരു ലൈഫ് അതായത് ചിറ്റ ഒരു വീട്ടമ്മയായി പിന്നെ ഈ പഞ്ചായത്തിലേക്ക് വന്നു അല്ലേ? ഉം. അപ്പഴും പിള്ളേര് ചെറിയ ചെറിയ പിള്ളേരാണ്. എന്നാലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ട്, പുറത്ത് പോയിട്ടും ചെയ്യാണ്ട് കാര്യങ്ങള്. ഇപ്പഴത്തെ ലൈഫ് ഇപ്പഴത്തെ ജനറേഷൻ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു കുഞ്ഞേ ഉള്ളൂ. പക്ഷെ ജോലിയുണ്ട്. വീട്ടിലെ ജോലിയുണ്ട്. ഓഫീസ് വർക്ക് ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോ തന്നെ സമയമില്ല ഒന്നിനും. ഇത് ഇത് അപ്പം സമയം അതിന് രാവിലെ 4 മണിക്ക് കറക്റ്റ് എഴുന്നേൽക്കുവാണ്. വീട്ടിലെ അടുക്കളയിലെ ജോലികൾ അന്നത്തെ മുഴുവൻ ചെയ്ത് തീർത്ത് വെച്ചിട്ടാണ് പോകുന്നത്. പഞ്ചായത്തിൽ ആവശ്യത്തിന് പോകുന്നതും അങ്ങനത്തെ. അന്നേരം എല്ലാം ഈ അച്ഛനും ഇവരൊക്കെ തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തോളും. വെച്ച് വെച്ചേച്ച് പോയാ മതി. ഉം, ആ രീതിയിലായിരുന്നു. കുറേം കൂടി ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അവരെ എല്ലാം വെച്ച് വെച്ചേച്ച് പോവുള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്ക് വല്ലതും വേണമെങ്കിൽ അച്ഛൻ ഉണ്ടാക്കിക്കോളും കാപ്പിയൊക്കെ. ഉം, ഉം, കാപ്പിയൊക്കെ വൈകുന്നേരം 4 മണിക്കൊക്കെ കാപ്പി ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ വെച്ച് കൊടുക്കും. അച്ഛനും അമ്മയും ഉണ്ടല്ലോ. ഉം, അന്ന് പിന്നെ അമ്മയ്ക്കൊന്നും അത്രയും കുഴപ്പമില്ല. ഉം. അമ്മ ചെയ്തോളും അച്ഛൻ്റെ. അപ്പൊ ശരിക്കും ആ ഒരു സപ്പോർട്ടാണ്. ഇപ്പം ചിറ്റ പറഞ്ഞത് ഫാമിലി സപ്പോർട്ട്, ശരിക്കുണ്ടായിരുന്നു. ബേബി അപ്പന്റെയും സപ്പോർട്ട് ആ ഒരു അത്രയും സപ്പോർട്ട്. വർഷം മുമ്പാന്ന് ഓർക്കണം. അതെ, അതെ, അതെ. ഇപ്പോഴൊന്നും കറക്റ്റാ. അല്ല. വർഷം എത്ര മുമ്പാണെന്ന് ഓർത്തേ. അതെ, അതെ, അതെ. ഇപ്പൊ പോലും അത്ര ആ ഒരു അല്ല സപ്പോർട്ട് വരുന്നില്ല. ആ വെളി പാർട്ട്ണറിന്റെ ഒരു സപ്പോർട്ട്. വെളിയിലോട്ട് നമുക്ക് ഇറങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യം ഇല്ലന്ന് അന്തർജനങ്ങൾക്ക്. അതാണ് രോഗം. പക്ഷെ അവിടുത്തെ അച്ഛന് അതിന് കുഴപ്പമില്ലായിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റി ആയിരുന്നു. നമുക്ക് ഇച്ചിരി ദൂരെ മാസത്തിൽ ചിലപ്പം വല്ലതൊക്കെ ആവശ്യം 2, 3 പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും.
കമ്മിറ്റിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന കമ്മിറ്റിയില്ല. അത് ഈ അച്ഛനെയും രാഷ്ട്രീയമായതുകൊണ്ട് അറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു ആദ്യത്തെ കമ്മിറ്റിക്ക് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് ആളും ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറും. ആ അന്നേരം അച്ഛൻ പറഞ്ഞു ആദ്യത്തെ കമ്മിറ്റിക്ക് പറഞ്ഞോണം. മറ്റേ സാധാരണ ഓഫീസ് ടൈം 5 മണി കഴിഞ്ഞ് ആണ് അവിടെ കമ്മിറ്റി വെക്കുന്നത്. 5 മണി കഴിഞ്ഞ് ഓഫീസ് ടൈം അന്നൊക്കെ വനിതാ മെമ്പർ ഇല്ല, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇപ്പം ഞാനായപ്പോ 2 പേരുണ്ട്, ഒരു മെമ്പർ കൂടിയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു നീ അവര് പറയുന്നത് നീ നോക്കണ്ട, നീ പറഞ്ഞോണം. അപ്പൊ കോലടി ഇമ്മാനുവൽ കോലടി എന്ന് പറഞ്ഞ പ്രസിഡന്റ്. അപ്പം അതിനോട് അന്നേ പറഞ്ഞിട്ടുണ്ട് 5 മണി അച്ഛൻ തന്നെ അവർക്ക് രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് അറിയാം. ഇവള് വരണമെങ്കിൽ ഈ രാത്രിയായിട്ട് കമ്മിറ്റി കൂടാൻ സമ്മതിക്കത്തില്ല, വരാൻ പറ്റിയല്ല. നിങ്ങളുടെ എപ്പം വേണേ വെച്ചോ, അങ്ങനെ 5 മണി എന്നുള്ളത് മാറ്റിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ആദ്യത്തെ കമ്മിറ്റിക്ക് പറഞ്ഞോണമെന്ന്. ആദ്യത്തെ കമ്മിറ്റി കൂടിയപ്പം ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കമ്മിറ്റിയുടെ സമയം മാറ്റണം എന്ന് വെച്ചാൽ എനിക്ക് ദൂരം പോകേണ്ടതാണ്. 2 മണിക്കോ 2:30 മണിക്കോ ഒക്കെ വെച്ചോ വരാം. 5 മണിക്ക് ശേഷം സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്താവുന്നതിൽ മാത്രമേ ഞാൻ കമ്മിറ്റി നിൽക്കുള്ളൂ, അല്ലെ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം എല്ലാ മെമ്പർമാരും അതിന് സപ്പോർട്ട് പറഞ്ഞു. അന്നേരം തെക്കുമുറിയുടെ പടിഞ്ഞാറ്റക്കര വാർഡുണ്ട്, അവിടുത്തെ രാമകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ പുള്ളിയാണ്. അന്നേരം നമ്മുടെ വീടിന്റെ വാതിൽക്കൽ കൂടി ആ പുള്ളി പോണേ. അന്നേരം ആ പുള്ളി പറഞ്ഞു അതിനെന്നാ ശ്രീദേവി, ഞാൻ ശ്രീദേവിയെ വിട്ടേച്ച് പൊക്കോളാം ഇല്ലത്തൊന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, അത് പറ്റില്ല, അതില്ല. അങ്ങനെ ഇപ്പൊ എന്താ വെച്ചാൽ എന്റെ മകനോ ഭർത്താവിനോ എപ്പോഴും എന്നെ വന്ന് കൊണ്ടുപോകാൻ ചിലപ്പം പറ്റുന്നു വരികയില്ല. സമയത്ത് സന്ധ്യയാകുമ്പോൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒത്തില്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോകുമ്പോൾ കൂട്ടത്തിൽ കൊണ്ടുപോവാ, എന്നിട്ട് ഇറക്കാം. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. ഒറ്റ ദിവസം പോലും അങ്ങനെ വരികയില്ല. ഞാൻ കൂട്ടത്തിൽ പോരുകയില്ല. അന്നേരം ചോദിച്ചാൽ അതിന് എന്നെ പേടിയാണോ എന്ന്. ഞാൻ പറഞ്ഞു പേടിയല്ല, ഇതും 4-5 കൊല്ലമുള്ള കാര്യമാണ്. ഒരു ദിവസം 2 ദിവസം കഴിയുമ്പം പിന്നെ കാണുന്ന ലോകരെന്നാ പറയും, പറ്റിയല്ല. ഞാൻ നിൽക്കുകയില്ല. അപ്പം ഈ കോലടിയോട് ഞാൻ ഒന്നേ പറഞ്ഞു ആ കാര്യത്തിൽ കോലടി ഞാൻ എതിർക്കും, ഞാൻ നിൽക്കുകയില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഈ അന്തർച്ചന്ദ്രൻ ഭയങ്കര മൂച്ചാണല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു അതെന്നുവെച്ചാൽ എനിക്ക് പഞ്ചായത്ത് ഉണ്ടെങ്കിൽ എന്റെ ഫാമിലി എനിക്ക് വേറെ ഉണ്ട്. അപ്പം ആരേലും 3-4 ദിവസം ഈ പുള്ളി എന്നെ വണ്ടിയെ കൊണ്ട് വിടുന്നത് കണ്ടു എന്നോർത്തു. കാര്യം കുഴപ്പമൊന്നുമില്ല, അവൾ പ്രായമുള്ളത് അച്ഛനെക്കാട്ടൊക്കെ പ്രായമുള്ള ആളാ, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതൊന്നും വേണ്ട, ഞാനങ്ങനെ നിൽക്കുകയല്ല. 4 ദിവസം പോയി കഴിയുമ്പോൾ പിന്നെ വണ്ടിയെ വന്നിറങ്ങി അതിന്റെ കടകടക്കാരൊക്കെ അവർക്കല്ലേ ഈ എന്നും ഇയാളാണല്ലോ വണ്ടിയെ കൊണ്ടുവിടുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ തന്നെ ചിറ്റ ഫാമിലിക്കും സെയിം ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെ ഇപ്പോഴത്തെ. ഇപ്പം ആ ഫാമിലിക്ക് അതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടത് സർവ്വം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ആ രീതിയിൽ ഈ വെളി പ്രസവിച്ച് കിടന്ന 6 മാസം അങ്ങനെയായിരുന്നു. ഞാൻ പോയി എന്ന് വെച്ച് ഞാൻ ഇവർക്ക് ഒരു കുഴപ്പം വരുത്തിയില്ല. അവള് പറയുന്ന അമ്മ എന്നെയും കുഞ്ഞിനെയും കൊണ്ടുപോയി വിട്ടേച്ച് പോക്കോ, ഞങ്ങളെ ഇട്ടേച്ച് പോകുക എന്നൊക്കെ പറയും. നമ്മുടെ ജനറേഷനിലൊക്കെ ഇപ്പം ജോലി നടക്കും ഇല്ലെങ്കിൽ ഫാമിലി നടക്കും, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. ഇപ്പൊ എല്ലാം ഒരുമിച്ച് നടക്കണ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് മടുക്കും, സമയമില്ല. സത്യം ഇപ്പൊ അന്ന് നടന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കുവാ. രാവിലെ ഈ പണിക്കാരുണ്ടെങ്കിൽ ചിലപ്പോ ദിവസം 8 പേര് കാണും, ചില ദിവസം 10 പേര് കാണും. അത് നേരത്തെ അറിഞ്ഞാൽ അത്രയും രാവിലെ ഇത്രയുള്ള കലത്തിനകത്ത് അടുക്കളയോട് അരിയിടുന്നു, ചോറങ്ങ് ഒന്നിച്ചു വെക്കും. കൂട്ടാൻ അതുപോലെ ഇത്രയുള്ള കച്ചട്ടിക്കകത്ത് സാമ്പാറ് പുളിശ്ശേരി കൂട്ടാൻ, ഇതൊക്കെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇതെല്ലാം വെച്ച്. അപ്പൊ അവിടുത്തെ നിങ്ങളൊക്കെ തന്നെയാണോ ഉണ്ടാക്കുന്നത് ഫുഡ്, അത് പുറത്തുനിന്ന്? അല്ലല്ല, ഇല്ല. അന്നൊക്കെ പണിക്കാർക്ക് നമ്മൾ തന്നെ കൊടുക്കണം, നമ്മൾ തന്നെ കൊടുക്കണം. അതിപ്പോ എല്ലാരും ഈ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ ഉള്ളപ്പോ എല്ലാരും കൂടെ കൂടി ചെയ്തോണ്ടിരുന്നപ്പം അന്ന് കുഴപ്പമില്ല. പക്ഷെ ഈ മെമ്പറായപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. മെമ്പറായ സീസണായപ്പോ അമ്മയും മരിച്ചു, അച്ഛനും മരിച്ചു, ആരുമില്ല. ഇതെല്ലാം മാനേജ് ചെയ്ത് അതാ പറഞ്ഞ ഇവക്കുള്ള കഷായം വരെ ബീനക്കുള്ളത് എടുത്ത് കൊടുത്ത് കുഞ്ഞിനെയും കുളിപ്പി. അതിന് ഞാൻ പറയും പാവം ഒരു കണക്കിന് കഷ്ടമുണ്ട്. ഇനി 5 മണിക്ക് 6 മണിക്ക് ഏറ്റി കുളിപ്പിക്കുന്നതിന് കുഞ്ഞല്ലേ ഒന്നും കരയുകയില്ല, അതിന് ഒരു വഴക്കുമില്ലല്ലോ. 6 മണി കയറ്റി ഞാൻ ശരിക്കും എണ്ണ തേപ്പിച്ച് കിടത്തു കൊടുക്കളയാൽ കിടത്തി വെച്ച് ഞാൻ എൻ്റെ ജോലി ഇവിടെ ഒട്ടായി കഴിയുമ്പം അവനെ എടുത്ത് കുളിപ്പിച്ച് അച്ഛനെ ഏൽപ്പിച്ചതിന് ശേഷം അവളെ കുളിപ്പിക്കും. ബീനയും കുളിപ്പിക്കണ്ടേ, ഈ പ്രസവിച്ച് കിടന്ന ഉടനെയല്ലേ. അതാ ഞാൻ പറഞ്ഞ അന്ന് തൊട്ട് ഇവിടെ വരുന്ന ആ രീതി ഞാൻ കഷ്ടപ്പെട്ട അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്പു കുഞ്ഞായിരുന്നപ്പോഴേ 30 ദിവസമുള്ള കുഞ്ഞല്ലേ ഇട്ടു കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ കരയുമ്പോൾ നോക്കണ്ടേ. അച്ഛൻ എന്ത് സപ്പോർട്ട് എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോയത്.
ആ അത് ഒരു കഴിഞ്ഞ് സപ്പോർട്ട് ഇപ്പം ഭയങ്കര കുറവാ. ഇപ്പൊ ഒരു ചെറിയ കാര്യം വരുവാണെങ്കിൽ പോലും രണ്ടാൾക്കാര് തമ്മില് അങ്ങനെ ഒരു എതിർപ്പാണ്. 48 വർഷമായി ഉം. മരിച്ചു. പിന്നെ അച്ഛൻ മരിച്ചു. അപ്പം 48 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ. അത്രയും കാലത്തിനുള്ളിൽ ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അതിന് ഇവര് പിന്നെ പിള്ളേര് പറയും എന്തേലും കാര്യം സാധിക്കണമെങ്കിൽ അമ്മയെ പറഞ്ഞ് ആദ്യം സമ്മതിപ്പിക്കണം. എന്നിട്ട് അച്ഛനോട് ചോദിക്കാവുള്ളൂ. അച്ഛനോട് ആദ്യം അച്ഛൻ പറയാ ആ അമ്മയോട് ചോദിക്കും എന്നാ പറഞ്ഞത് എന്നേ അച്ഛൻ പറയത്തുള്ളൂ. അങ്ങനെ അമ്മ പറയുന്നത് അച്ഛൻ കേൾക്കൊള്ളുന്നതൊക്കെ പിള്ളേര് പറയായിരുന്നു. അമ്മ സോപ്പിട്ട് കാര്യം സാധിക്കണം. അങ്ങനെയായിരുന്നു ഇവര്. അതുപോലെ നോക്കി എല്ലാ കാര്യവും സപ്പോർട്ടാണ്. എപ്പോഴും ഒരു വഴക്കുന്നൊരു കാര്യം ഞങ്ങൾ തമ്മിൽ ഒരു നേരം പോലും ഉണ്ടായില്ല. പിന്നെ ഞാനേ വല്ലോ അങ്ങോട്ട് പോയുള്ളൂ. അച്ഛൻ എന്നിട്ട് പോലും അത്രയും സ്നേഹമായിട്ടാ ഒരു കുഴപ്പമില്ല. അങ്ങനെയാ ജീവിച്ചത് ഞങ്ങള്. ജീവിച്ചിപ്പോ ഈ ഒടുക്കം യാതൊരു അസുഖവും അച്ഛനോ എനിക്കോ ഇല്ല, വന്നിട്ടുമില്ല. അവസാനം ഈ ഒരു അസുഖം വന്നതാണ്. അല്ലെ അച്ഛൻ ഇപ്പം മുത്തച്ഛനേക്കാളും 1 വയസ്സ് കുറവാ അച്ഛന്. അത്രയും പ്രായ വ്യത്യാസം ഇവരുള്ളൂ. അപ്പം ഇപ്പം ജീവിച്ചിരിക്കാൻ മേലായി ഉണ്ടായിരുന്നോ. പക്ഷെ വേറെ ഒരു രോഗവും അച്ഛനില്ല. പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഒന്നുമില്ല. പക്ഷേ ഇത് പിടിച്ചത് നമ്മൾ അറിഞ്ഞുമില്ല. അതാണ് അങ്ങനെ ഒരു മനുഷ്യൻ. അതുകൊണ്ട് എനിക്ക് മരിച്ചെന്ന അന്ന് പോലും എനിക്ക് 3 മാസം ഫെബ്രുവരി 9 കഴിഞ്ഞു. ഫെബ്രുവരി 12 എനിക്ക് എത്ര നാളത്തെ നീ മരിച്ചു എന്നൊരു തോന്നലില്ലാന്നറിയാമോ. എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അസുഖമായി കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് ഇതാവുമ്പം നമുക്ക് ആ ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ല നമ്മളിങ്ങനെ രോഗിയായിട്ട് കിടക്കുന്നതൊക്കെ കണ്ടാ ഒരു മാറ്റം വരികയില്ല. അങ്ങനെയാണ് അച്ഛൻ അങ്ങനെ പോയി. ശരിക്കും ചിറ്റയ്ക്ക് ഒരുപാട് ഇത്രയും പണിയും ഇത്രയും പഞ്ചായത്തിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ എല്ലാ പിള്ളേർക്കും ചിറ്റയെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചിറ്റയുടെ ഗ്രാൻഡ് കിഡ്സ് ആണെങ്കിലും ഇപ്പം ഇവിടെ പ്രഭമ്മയാണെങ്കിലും സുധചിറ്റയാണെങ്കിലും സേതുമാവനാണെങ്കിലും അവർക്കൊക്കെ ചിറ്റയെ ഭയങ്കര കാര്യമാണ്. എങ്ങനെയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ? അതിനും സമയം വേണം അല്ലേ? അതിന് സമയം വേണം. പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ചുള്ള ജീവിതമാണ് ആ സ്നേഹം നിലനിൽക്കുന്നത്. അമ്മ എല്ലാ പിള്ളേരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന. ഇപ്പൊ ഇവിടുത്തെ പിള്ളേരും എന്റെ പിള്ളേരും ഒക്കെ ഇങ്ങനെ ഒന്നിച്ചൊരു ജീവിതം ഇവിടെ ജീവിച്ചേക്കുന്നത്. ആ സ്നേഹം അവർക്ക് ഇന്നുള്ളത്. ശരിയാ. അപ്പം ഇന്നിങ്ങനെ പോയി താമസിക്കുന്ന പിള്ളേരില്ല. അന്ന് അങ്ങനെയല്ല. അതൊരു ആ സമയത്ത് ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ പറയാൻ പറ്റും. അതിന്റെ ആണ് ആ ഒരു ഇപ്പം നമ്മള് നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലേ? ഇപ്പം അതില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഞാനും ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോണ സമയത്ത് ഞങ്ങൾ നാട്ടിൽ വരുന്നത് സമ്മർ വെക്കേഷൻസിനാണ്. അപ്പം ഒരു 1 വീക്ക് ഇല്ലെങ്കിൽ 2 വീക്ക് മാക്സിമം നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പോലും എന്നോട് ഞാനൊരു വേളിക്ക് പോയപ്പം എന്റെ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, വിദ്യയല്ലേ വത്സലയുടെ മോളല്ലേ എന്നൊക്കെ ചോദിച്ചേ. ആണല്ലോ, ആരാന്ന് ഞാൻ ചോദിച്ചപ്പം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല. അതായിരുന്നു എന്റെ അമ്മാത്തെ ഒരു ആളായിരുന്നു. എനിക്ക് അത്ര പോലും അറിയില്ല. ഇങ്ങനെ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എടി ഇങ്ങനെയാ ചെറുപ്പത്തിലേ പോവാറുണ്ടായിരുന്നു, പക്ഷെ വലുതായി കഴിഞ്ഞിട്ട് അത്രയൊന്നും സമയമില്ല. സമയം ഇല്ലാഞ്ഞിട്ടാണോ അതോ നമുക്ക് എല്ലാ സമയത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് കാരണമാണോ എന്നറിയില്ല. നമുക്കങ്ങനെ എല്ലായിടത്തും എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ തന്നെ ഒരു പ്രിഫറൻസാ. ആദ്യമൊക്കെ ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിരുന്നു അല്ലെ? ഇപ്പൊ അതില്ല. ഇപ്പം കുറച്ചുകൂടി അതെ, ന്യൂക്ലിയർ ഫാമിലി, സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കുന്നു, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാ എല്ലാവർക്കും. ഞങ്ങളുടെ ഒന്നും കാഴ്ചപ്പാടല്ല. അതുമായിരിക്കാം ഇതിന്റെ ഒരു റീസൺ. ശരിയാ. പിന്നെ ചിറ്റയ്ക്ക് ഏറ്റവും ഒരു ഫൺ ആയിട്ട് ഇല്ലെങ്കിൽ ചിറ്റ എപ്പോ നമ്മളൊന്ന് 2 ആൾക്കാര് 3 ആൾക്കാര് കൂടി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് നമ്മളെല്ലാവരും തിരുവാതിര കളി ചെയ്യും. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ ചിറ്റ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത്. ഇപ്പൊ ഓണത്തിന് കൂടിയപ്പോഴും റാൻഡം ഒരു ദിവസം, ഒരു വൈകുന്നേരം ദിവസം വെറുതെ എല്ലാവരും തിരുവാതിര കളിക്കാൻ തുടങ്ങി. ചിറ്റ പാടും, നന്നായിട്ട് പാടും, സ്റ്റെപ്പ് ചെയ്യും, ഞങ്ങളെയൊക്കെ പഠിപ്പിക്കും. അപ്പം ശരിക്കും ഇതൊക്കെ എങ്ങനെയാ എപ്പോഴാ തുടങ്ങിയത്? ഇപ്പം ചെറുപ്പത്തിലേ 10 വയസ്സായപ്പോ തൊട്ട് തിരുവാതിര കളിക്കാൻ തുടങ്ങിയതാ. ആണോ? 10 വയസ്സായപ്പോ തൊട്ട് തിരുവാതിര കളി പഠിപ്പിക്കുകയും ഞങ്ങളുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു തിരുവാതിര. അപ്പം
ഇവിടെ പറയും തിരുവാതിര കളിച്ചാൽ പറയും മക്കളെ നീ നീ ഇന്ന പാട്ട് പാടിക്ക്, ഓ നീ എന്നാ അച്ഛൻ അച്ഛൻ അങ്ങനെയായിരുന്നു പാട്ട് പാടുമ്പോൾ പറയും. എന്നിട്ട് ഈ വലിയവരോട് പറയും നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കുക, പിള്ളേരൊക്കെ ഒന്ന് പാടട്ടെ. ഓഹോ ഞാനും ശാന്തയൊക്കെ ഞങ്ങളൊക്കെ പിള്ളേർ സെറ്റല്ലേ. അപ്പൊ ഈ ഇവിടെ വലിയ കേമികളൊക്കെ ഉണ്ട്, അവര് നമ്മൾ പാടിക്കല, അവര് കാണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഇന്ന പാട്ട് പാടടി. ഇപ്പൊ ചേട്ടൻ ഈ പാട്ട് പാടുകയല്ലേ, ആ അതുപോലെ മുത്തശ്ശൻ കഥകളി പദങ്ങള് അത് പാട് ഇത് പാട്, അങ്ങനെ അതിനൊരു പ്രോത്സാഹനം അച്ഛന് പഠിപ്പിക്കുന്നതിന്. ഉം, അതാണ് ഉം. 10 വയസ്സായപ്പോഴത്തേനും ഞാൻ ശരിക്ക് പാടാനും കളിക്കാനും ഒക്കെ പഠിച്ചു. ഇപ്പം ഞങ്ങളും അന്ന് തിരുവാതിര കളിക്ക് ബാക്കി എല്ലാവരും ബുക്ക് നോക്കിയാ ആ വായിക്കുന്നത്. പക്ഷെ എനിക്ക് ചിറ്റയ്ക്ക് ബുക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ബുക്ക് നോക്കണ്ട, ഞാൻ പാടിയാ ഇങ്ങനെ വായിൽ വരും അതിന്റെ ബാക്കി. അതൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാര്യം. ഇപ്പൊ നമ്മളിപ്പോ തിരുവാതിര കളി എത്ര ആൾക്കാരെ പ്രാക്ടീസ് ചെയ്യുന്നു, ഒരുപാട് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്ത് അതൊന്നുമില്ല, പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല. പക്ഷെ അത് ഭയങ്കര നാച്ചുറലി വരുന്നൊരു കാര്യമാണ്. അത് നമ്മൾ അങ്ങ് സ്വാഭാവികമായിട്ട് അങ്ങ് വരുവാണത്, അല്ലാതെ അത് പ്രത്യേക ഒരു പരിശീലനമൊന്നുമില്ല. ഇപ്പൊ ഈ തിരുവാതിര എന്ന് പറഞ്ഞ വല്ലപ്പോഴും ഇവിടെ വരുമ്പോഴല്ലാതെ പാലായിലൊന്നും അങ്ങനെ അതിനൊന്നും ഞാൻ പോകാറുമില്ല. ആൾക്കാരും അത്രയും അതൊന്നും എന്റെ കൂടെ ഒന്നും ഉള്ളവരില്ലല്ലോ, ഞാൻ പോകാറുമില്ല. ആ, ഇപ്പൊ ഇവിടെ വരുമ്പോഴല്ലേ ഉള്ളു ഈ കൂട്ടുകാര് ആ. സെറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെപ്പോഴും പറയും അമ്മയോട് വന്നാലേ പറ്റുള്ളൂ, വന്നാലേ പറ്റുള്ളൂ. ഓർമ്മ എനിക്കാ കൂടുതൽ ഇവരെ കണ്ടൊക്കെ എല്ലാത്തിനും. കാര്യം എത്രയും വയസ്സായെങ്കിലും ഓർമ്മകൾ എനിക്കാ ഇവരെ കണ്ടൊക്കെ കൂടുതൽ. Wow. അപ്പം ഇപ്പൊ ചിറ്റയുടെ ഇത്രയും എക്സ്പീരിയൻസ് വെച്ചിട്ട് ചിറ്റയുടെ ജനറേഷൻ കഴിഞ്ഞ് എന്റെ പ്രഭയുടെ പ്രഭമ്മയുടെ ജനറേഷൻ, പിന്നെ എന്റെ ജനറേഷൻ, ഇനി വരാൻ പോകുന്ന ജനറേഷൻ. അപ്പം ചിറ്റയുടെ ജനറേഷന് ഇപ്പോഴത്തെ തലമുറയിലുള്ള പെമ്പിളേരും ആമ്പിളേരും അവർക്കൊക്കെ എന്താണ് പഠിക്കാൻ പറ്റുന്നത്? ലൈക്ക് എന്തെങ്കിലും ഒരു പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും ഫ്രീ ആയിട്ട് മറ്റുള്ളവരോട് ഇടപെടാൻ പോവുകയല്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ എല്ലാവരോടും ഇടപെടുന്നു. അത് നല്ല കാര്യമാണ്, അത് നല്ല ഐതിഹ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് നല്ലതാ. മറ്റേ വേറെയുള്ള ജാതിക്കാരുടെ അടുത്തോട്ട് നമ്മൾ പോവുകയില്ല, തൊടുകയില്ല, തൊണ്ടലും തൊടിയിലും അതൊന്നും അല്ല. ഇപ്പൊ അത് തെറ്റാ. നമ്മളെല്ലാവരുമായിട്ട് സഹകരിച്ച് വേണം, എല്ലാവരും മനുഷ്യരല്ലേ. ആ ഒരു സഹകരണ ബുദ്ധി ശരിക്കും പിള്ളേർക്ക് പഠിക്കാൻ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ അത് നല്ല കാര്യമാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മളെ ഒത്തിരി നമ്മുടെ പഴയത് കളഞ്ഞു പോയാല് നമ്മുടെ മാമൂലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അത് ഒരു ബ്രാഹ്മണ കുടുംബമാണെ കണ്ടാൽ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, വിളക്ക് കൊളുത്തുക, നമ്മൾക്ക് അങ്ങനെ രീതിയിലല്ലേ നമ്മുടെ ജീവിതം. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുക, പിള്ളേര് നാമം ചെല്ലുക, ആ ഒരു രീതി ഇന്നത്തെ തലമുറയ്ക്കില്ല. അത് പഠിപ്പിക്കേണ്ടത് ഒരു വേണ്ട കാര്യമാണ്. ആ നേരത്തെ ജീവി കാണുകയുള്ളൂ എല്ലാവരും ഇപ്പൊ. അത് സത്യത്തിൽ കൊച്ചു കുഞ്ഞാണേലും ആ വിളക്ക് കാണുമ്പോൾ തൊഴാനേലും ഉള്ള മനസ്ഥിതി ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം പിള്ളേർക്ക്, എങ്കിലേ അവർക്ക് വലുതായാലും അത് തോന്നുള്ളൂ. നമ്മളിപ്പോ അമ്പലത്തിൽ കൊണ്ടുവന്നാലും ഇങ്ങനെ തൊഴുമ്പോ നമ്മൾ ദിവസവും വിളക്ക് കൊടുക്കുവാണെങ്കിൽ പിള്ളേര് തൊഴും, ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പഠിപ്പിക്കണം അവർക്ക്. അങ്ങനത്തെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണം, കളയരുത്. നമ്മുടെ പുതിയ ജനറേഷൻ അതൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പം വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, പുറംനാട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം ഉപേക്ഷിക്കുക. ശരിയാ. പക്ഷെ തിരിച്ചാ പുറംനാട്ടിലെ ആൾക്കാർ ഇവിടുത്തെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ വന്നാൽ അവർക്ക് കേരളത്തിലെ കാര്യങ്ങളാ ഇഷ്ടം. നമ്മൾ അതനുസരിച്ച് നമ്മുടെ പിള്ളേരെ അതിലോട്ട് കൊണ്ടുവരണം. അല്ലാതെ ഇതെല്ലാം ആയിട്ടല്ല ഈ പുറംനാട്ടിലെ ആചാരങ്ങൾ. ഈ ഡ്രസ്സുകളും എനിക്കത്ര താല്പര്യമില്ല, അതിപ്പോ പറഞ്ഞാലും കേൾക്കില്ല. അല്ല ഞാൻ ചോദിച്ചേ, സാരിയോ സെറ്റോ ഉടുത്ത് നിൽക്കുന്നത് ഭംഗിയുണ്ടോ? ചുരിദാറോ ഇപ്പോഴത്തെ ജീൻസോ ഇങ്ങനത്തെ ഇട്ട് നിന്നാ പെൺപിള്ളേർക്ക് ഒരിക്കലുമില്ല. പെൺപിള്ളേര് പാവാട ഉടുക്കുന്ന പ്രായത്തിൽ പാവാടയും ഇതും, അല്ലാത്ത പ്രായത്തിൽ ഈ ഫ്രോക്കൊക്കെ ഇടുന്ന കാലത്തിൽ അതാകാം. അതുകൊണ്ട് പാവാടയും പിന്നെ ഹാഫ് സാരി ഇടുന്നു. അന്നൊക്കെ അങ്ങനെ ഹാഫ് സാരിയാ, ആദ്യം ഫുൾ സാരി ഇല്ല, ഹാഫ് സാരി, അത് കഴിഞ്ഞാൽ സാരി. അല്ലാതെ ഈ വേറെ ഈ വേഷങ്ങള് നൈറ്റി ഇതൊന്നും അന്നില്ലല്ലോ, ചുരിദാർ. എനിക്ക് തോന്നുന്നത് എന്താന്ന് പറയാ, ഇതിന്റെ കാരണം ഇപ്പൊ എനിക്ക് എന്റെ ജനറേഷന്റെ കാര്യം അറിയാം. ഞങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നു, ഇപ്പം ഇതൊക്കെ ഭയങ്കര പഴഞ്ചൻ കാര്യമാണ്, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ അല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാ വന്നേന്ന് നമുക്കറിയില്ല. ഇപ്പൊ ചിലപ്പം ടിവിയിൽ കണ്ടിട്ടാവാം, ഇന്റർനെറ്റ് ഉണ്ട്, അതിൽ നമ്മൾ നോക്കുമ്പോ ആ ഒരു തോന്നല് വന്നതാവാം. ആരും അങ്ങനെ പഠിപ്പിക്കുന്നില്ല, സ്കൂളിലൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇൻഫ്ലുവൻസ് ആയി പോവുക, ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോ അതാണ് നല്ലത്, നമ്മൾ ചെയ്യുന്നത് അത് പഴഞ്ചൻ കാര്യമാണെന്നൊരു തോന്നല് വരുമ്പോ. എപ്പോഴും കേരളത്തിലെ ഇത് ആരും ചീത്തയാന്ന് പറയുന്നില്ല, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ പിന്നെ അൽഫോൻസ കോളേജിൽ ഒരു പ്രാവശ്യം ഈ കോളേജ് ഡേക്ക് അവിടെ മത്സരം ഉണ്ടായിരുന്നു. അവർ അന്നേരം പിന്നെ പല വേഷങ്ങളാ, പല വേഷം എല്ലാവർക്കും.
അങ്ങനെ വന്നപ്പോ ഇവള് അവിടെ BDC ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാ വീണ. ഉം. വീണ ശരിക്കും ഞാൻ അന്നേരമൊക്കെ പറയാം, ഇടി തനി നാടൻ വേഷമായിരിക്കും ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടം. ഉം. അങ്ങനെ പറഞ്ഞ് സാരി എടുത്തോണ്ട് പോകും. ഇപ്പൊ നമുക്ക് സമ്മാനം കിട്ടാനോ ചീത്തയോ നല്ലതോ വേണ്ട, ഉം. സാരി ശരിക്കും ഉടുത്ത് ഞൊറിഞ്ഞു കുത്തി എടുത്തു കുത്തിയായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഓ അതേസമയം സാരി ഇങ്ങനെ ഊർത്തിയിട്ട് ആ ഒരു ഇങ്ങനെയൊക്കെ സാരി സ്റ്റൈലില് ഉടുത്തു. അപ്പൊ ഞാൻ പറയായിരുന്നു എപ്പോഴും ഭംഗി ഇതാ, കിട്ടിയാലും കിട്ടിയില്ലാലും സാരി അങ്ങനെ ഉടുത്തോണ്ട് പോകും. ശരി. അത് നോക്കണ്ട, കോളേജിലെ അല്ലേ ഉടുത്തോണ്ട് പോകും സാരി. അങ്ങനെ ഉടുത്തോണ്ട് വന്ന സാരി അവളെ അന്ന് ഉടുക്കുന്നില്ലാഞ്ഞു. അന്നൊക്കെ ഈ ലോങ് ബ്ലൗസും പാവാടയൊക്കെ ആ കാലത്ത്. ഇവിടെ ആ സാരി ഒന്നും ഇട്ടിട്ടില്ല, അന്ന് അത്ര ഇല്ല, ആളത്രേ ഉള്ളൂ. മറ്റേ ഫുൾ പാവാടയും ഹാഫ് ഇങ്ങനത്തെ ബ്ലൗസ് ഇല്ലേ ഒന്ന് ബാക്ക് ഓപ്പണൊക്കെ ആയിട്ടുള്ള ഈ ഇറക്കമുള്ളത്, അങ്ങനത്തെ വേഷമാ. കോളേജിലൊക്കെ അതായിരുന്നു അന്ന്, യൂണിഫോം ഇല്ല ഞാൻ മനസ്സിലാല്. അപ്പം ആ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഒരു സാരിയൊക്കെ അതിന് ബ്ലൗസ് തയ്പ്പിച്ച് ഉടുത്തോണ്ട് പോയി ഫസ്റ്റ് പ്രൈസ് കിട്ടി. അന്നേരം ഞാൻ കേട്ടെ കേരളീയ വേഷം എല്ലാവർക്കും ഇഷ്ടമല്ലേ. സത്യം ഇത് പറഞ്ഞപ്പോഴാ എനിക്കിപ്പോ ഓർമ്മ, ഞാൻ KG യിലായിരുന്നു തോന്നുന്നു. ഇങ്ങനെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതില് എന്താവണം എന്നറിയില്ലായിരുന്നു. അപ്പം ആരാ പറഞ്ഞെന്നറിയില്ല, അച്ഛനാണോ അമ്മയാണോ എന്നെ കേരള ബ്രൈഡ് ആക്കി. എന്നിട്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ട്. ഒരു അമ്മയുടെ ഒരു സെറ്റ് സാരി ആണെന്ന് തോന്നുന്നു, അത് പകുതിയാക്കി ഞാൻ ഇത്രയേ ഉള്ളൂ ഉടുപ്പിച്ച് തലയിൽ മുല്ലപ്പൂ ഒക്കെ ഇട്ട് ഞാനൊരു ടേബിളിന്റെ മുകളിൽ നിന്നിട്ട് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. കേരളീയ വേഷം എല്ലാവർക്കും ഇഷ്ടമാണ്. കറക്റ്റ്. അപ്പൊ അതായിരുന്നു എനിക്ക് ചിറ്റയോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങള്. അപ്പം താങ്ക് യു സോ മച്ച് ചിറ്റേ. താങ്ക് യു സോ മച്ച്.